നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നത് പുറത്തുള്ള ശത്രുക്കളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആചാര്യ ചാണക്യൻ തറപ്പിച്ചു പറയുന്നു, പുറത്തെ ശത്രുവിനേക്കാൾ അപകടകാരി കൂടെയുള്ള ചതിയനാണ്. സ്വന്തം വീടിനുള്ളിൽ തന്നെ നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം പടിവാതിൽക്കൽ വെച്ച് തടയപ്പെടും. സ്നേഹം അഭിനയിച്ച് കൂടെ നിൽക്കുന്ന ഈ അകത്തെ ശത്രുക്കളെ എങ്ങനെ തിരിച്ചറിയാം? അവരിൽ നിന്ന് നിങ്ങളുടെ ഭാഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം? നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വീട് എന്നത് സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കേന്ദ്രമാകണം. എന്നാൽ അവിടെ അസൂയയുടെ വിഷം കലർന്നാൽ പിന്നെ തകർച്ചയുടെ തുടക്കമായി. അത് ചിലപ്പോൾ നിങ്ങളുടെ രക്തബന്ധങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ആകാം. ഇത്തരം സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ ചാണക്യതന്ത്രത്തിലൂടെ അവരെ എങ്ങനെ നേരിടാം എന്നാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ജീവിത വിജയത്തിനായുള്ള ഇത്തരം പവർഫുൾ അറിവുകൾ മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പുതിയ വീഡിയോയും ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലുള്ള ജീവിത രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടക്കാം. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പദ്ധതികൾ രഹസ്യമാക്കി വെക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: മനസാ ചിന്തിതം കാര്യം വാചാ നൈവ പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് ഗൂഢം കാര്യേ ചാപി നിയോജയേത്. അർത്ഥം, മനസ്സിൽ കരുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചു തീരുന്നതുവരെ ആരോടും പറയരുത്. അത് രഹസ്യമായി സൂക്ഷിക്കുകയും പൂർണ്ണ നിശ്ചയദാർഢ്യത്തോടെ നടപ്പിലാക്കുകയും വേണം. വീടിനുള്ളിൽ തന്നെ അസൂയാലുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പുതിയ ജോലി, ബിസിനസ്സിലെ ലാഭം, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ സംരംഭം, ഇതൊന്നും അത് പൂർത്തിയാകുന്നതുവരെ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. ചാണക്യനീതി പ്രകാരം അസൂയുള്ളവർക്ക് പദ്ധതികൾ തകർക്കാൻ ഒരു വാക്ക് മതി. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അസൂയ കലർന്ന ചിന്തകൾ ആ കാര്യത്തിന് തടസ്സമായി മാറും. നെഗറ്റീവ് വൈബ്രേഷൻ. നിങ്ങളുടെ വിജയം അവർ നേരിട്ട് കാണുന്നതുവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവർ അറിയാൻ പാടില്ല. രഹസ്യ സ്വഭാവം നിങ്ങളുടെ കവചമാണ്. അത് ശരിയായി ഉപയോഗിച്ചാൽ വീടിനുള്ളിലെ ശത്രുക്കൾക്ക് നിങ്ങളെ തൊടാൻ പോലും കഴിയില്ല. അമിത പ്രദർശനം ഒഴിവാക്കുക. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു, അമിതമായ തിളക്കം കണ്ണിനെ അസ്വസ്ഥമാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും നിങ്ങൾ വാങ്ങുന്ന പുതിയ വസ്തുക്കളും വീടിനുള്ളിൽ പോലും അമിതമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക. എല്ലാവരും നിങ്ങളെപ്പോലെ വിശാല മനസ്കരായിരിക്കില്ല. നിങ്ങളുടെ ഓരോ വളർച്ചയും മറ്റൊരാൾക്ക് അവരോടുള്ള നീതികേടായി തോന്നാം. അത് അവരിൽ അസൂയയുടെ വിഷം നിറയ്ക്കാൻ കാരണമാകും. ചാണക്യനീതി പ്രകാരം പാകമായ പഴം മറച്ചുവെക്കുന്നവനാണ് ബുദ്ധിമാൻ. നിങ്ങളുടെ ഐശ്വര്യം മറ്റുള്ളവരുടെ കണ്ണുകളെ അലോസരപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വില കൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ നേട്ടങ്ങളോ വീട്ടിലുള്ളവർക്ക് മുന്നിൽ പോലും അനാവശ്യമായി കൊട്ടിഘോഷിക്കരുത്. നിങ്ങളുടെ ഈ ലാളിത്യം അസൂയാലുക്കളുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് തിരിക്കാൻ സഹായിക്കും. ഓർക്കുക, നിശബ്ദമായി വളരുന്ന ചെടിയാണ് ഏറ്റവും വേഗത്തിൽ ആകാശത്തോളം എത്തുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സന്തോഷം വീട്ടിൽ പങ്കുവച്ചതിന് ശേഷം അതിന് പെട്ടെന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വളർച്ച മറ്റൊരാളുടെ അസൂയയ്ക്ക് കാരണമായതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ സൈലന്റ് എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ഓരോ അനുഭവവും ഈ ചാനൽ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വലിയൊരു പാഠമായിരിക്കും. ഗൃഹശുദ്ധീകരണം. ആചാര്യ ചാണക്യൻ തന്റെ ദർശനങ്ങളിൽ ശുദ്ധിക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അദ്ദേഹം പറയുന്നു, ന ദേവോ വർത്തതേ കാഷ്ഠേന ശിലായാം ന മൃണ്മയേ ഭാവേഹി വർത്തതേ ദേവസ്തസ്മാത് ഭാവോഹി കാരണം. അർത്ഥം, ദൈവം വിറകിലോ കല്ലിലോ മണ്ണിലോ അല്ല ഇരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ശുദ്ധമായ ചിന്തകളിലും ഭാവങ്ങളിലുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം ശുദ്ധമായി സൂക്ഷിക്കുക. വീടിനുള്ളിൽ തന്നെ അസൂയാലുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ചിന്തകളിൽ നിന്ന് പുറപ്പെടുന്ന നെഗറ്റീവ് എനർജി ആ വീടിന്റെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ഇത് നിങ്ങളുടെ പുരോഗതിയെ ബാധിക്കും. ചാണക്യതന്ത്ര പ്രകാരം ഇത്തരം ദൃഷ്ടിദോഷങ്ങളെ നീക്കാൻ കല്ലുപ്പ് ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം അതീവ ഫലപ്രദമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്പം കല്ലുപ്പിട്ട വെള്ളം ഉപയോഗിച്ച് വീടിന്റെ തറ തുടയ്ക്കുക. ഉപ്പിന് നെഗറ്റീവ് തരംഗങ്ങളെ വലിച്ചെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അതുപോലെ സന്ധ്യാസമയത്ത് വീട്ടിൽ കർപ്പൂരമോ കുന്തിരിക്കമോ കത്തിക്കുന്നത് അന്തരീക്ഷത്തിലെ വിഷാംശമുള്ള ചിന്താഗതികളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ബാഹ്യമായ അസൂയയിൽ നിന്ന് നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കാൻ ഈ ശുദ്ധീകരണ പ്രക്രിയ അനിവാര്യമാണ്. അന്തരീക്ഷം ശുദ്ധമാകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. വാക്കുകളിലെ മിതത്വം. ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വാക്കിന്റെ ഉപയോഗത്തെയും മൗനത്തിന്റെ ശക്തിയെയും കുറിച്ച് ഇപ്രകാരം പറയുന്നു: വാചാലം ഗുണവന്തം വാ നിത്യം വക്താരമേവച തിരസ്കുർവന്തി ലോകേസ്മിൻ തസ്മാൻ മൗനം വിശിഷ്യതേ. അർത്ഥം, അമിതമായി സംസാരിക്കുന്നവനെ അവൻ എത്ര ഗുണവാനാണെങ്കിലും ലോകം അവഗണിക്കും.
അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. വീടിനുള്ളിൽ തന്നെ അസൂയയുള്ളവർ ഉണ്ടെങ്കിൽ അവരുമായുള്ള അനാവശ്യ തർക്കങ്ങളും സംവാദങ്ങളും ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും വലിയ ചാണക്യതന്ത്രം. ചാണക്യനീതി പ്രകാരം അസൂയാലുക്കൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ അമിതമായി പ്രതികരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുകയും നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാതെ പുറത്തു പോവുകയും ചെയ്യും. അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും സൗമ്യത പാലിക്കുക. എന്നാൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്ക് അവരെ കടത്തിവിടരുത്. കുറച്ചു മാത്രം സംസാരിക്കുകയും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളെ നേരിടാൻ അസൂയാലുക്കൾക്ക് ഭയമായിരിക്കും. നിങ്ങളുടെ മൗനം അവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നേരെ അസൂയയുടെ അമ്പുകൾ തൊടുക്കാൻ അവർക്ക് കഴിയില്ല. വാക്കുകൾ അളന്നുപയോഗിക്കുന്നത് വീടിനുള്ളിലെ അദൃശ്യ ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള ശക്തമായ ആയുധമാണ്. പോസിറ്റീവ് എനർജി നിറയ്ക്കുക. ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് പ്രകാശമുള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല എന്നാണ്. നിങ്ങളുടെ വീടിനുള്ളിൽ അസൂയയുടെ വിഷപ്പുക ഉയരുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏക പോംവഴി. അസൂയാലുക്കളുടെ നെഗറ്റീവ് ചിന്തകൾക്ക് കടന്നുവരാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഗൃഹത്തെ ഒരു സുരക്ഷാ കവചമായി മാറ്റണം. ചാണക്യനീതി പ്രകാരം വീടിന്റെ ഐശ്വര്യം നിലനിർത്താൻ സന്ധ്യാസമയത്ത് നെയ്വിളക്കോ എള്ളെണ്ണ വിളക്കോ തെളിക്കുന്നത് അതീവ ഫലപ്രദമാണ്. വിളക്കിന്റെ വെളിച്ചം വെറും കാഴ്ചയല്ല, അത് അന്തരീക്ഷത്തിലെ അദൃശ്യമായ നെഗറ്റീവ് ഊർജത്തെ ദഹിപ്പിച്ചു കളയുന്നു. അതുപോലെ വീട്ടിൽ തുളസിച്ചെടി പരിപാലിക്കുന്നതും ശുഭകരമായ മന്ത്രങ്ങളോ സംഗീതമോ കേൾപ്പിക്കുന്നതും അസൂയാലുക്കളുടെ ദൃഷ്ടിദോഷത്തെ പ്രതിരോധിക്കാൻ സഹായിക്കും. പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു വീട്ടിൽ അസൂയയുടെ തരംഗങ്ങൾ തട്ടി തകർന്നു പോകും. നിങ്ങളുടെ വീട് നിങ്ങളുടെ കോട്ടയാക്കി മാറ്റുക. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. സന്ധ്യാസമയത്ത് വിളക്ക് തെളിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നടത്തുമ്പോഴോ നിങ്ങളുടെ മനസ്സിലെ ഭയവും ആശങ്കയും മാറുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമയത്ത് വീടിനുള്ളിൽ ഒരു പ്രത്യേക സമാധാനം അനുഭവപ്പെടാറുണ്ടോ? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ പീസ് എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ. ശത്രുവിനെ തിരിച്ചറിയുക. ആചാര്യ ചാണക്യൻ തന്റെ തന്ത്രശാസ്ത്രത്തിൽ കൂടെയുള്ള ശത്രുക്കളെ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേതാദൃശം മിത്രം വിഷകുംഭം പയോമുഖം. അർത്ഥം: നേരിൽ കാണുമ്പോൾ മധുരമായി സംസാരിക്കുകയും എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ മുഖത്ത് പാലുണ്ടെങ്കിലും ഉള്ളിൽ വിഷം നിറഞ്ഞ പാത്രത്തിന് തുല്യമാണ്. അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് ഉടൻ ഉപേക്ഷിക്കുക. വീടിനുള്ളിൽ തന്നെ അസൂയാലുക്കൾ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് നിങ്ങളെ എതിർക്കില്ല. പകരം നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളെ കുറ്റം പറയുകയും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ചാണക്യനീതി പ്രകാരം ഒരു ശത്രുവിനേക്കാൾ അപകടകാരി അസൂയയുള്ള സുഹൃത്തോ ബന്ധുവോ ആണ്. നിങ്ങളൊരു വിജയം നേടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ അവർ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ വിഷയം മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. വിഷകുംഭം പയോമുഖം എന്ന് ചാണക്യൻ വിശേഷിപ്പിച്ച ഇത്തരക്കാരെ തിരിച്ചറിയുക എന്നതാണ് അവരെ തോൽപ്പിക്കാനുള്ള ആദ്യപടി. അവരോട് കലഹിക്കാൻ പോകരുത്. പകരം അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രവേശനം നൽകണം എന്നതിൽ വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. പാമ്പിനെ പോലെ കൂടെയുള്ള അസൂയാലുവിനെ തിരിച്ചറിയുന്നത് നിങ്ങളുടെ പകുതി വിജയമായി കണക്കാക്കാം. ആത്മവിശ്വാസം എന്ന സുരക്ഷാ കവചം. ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ മനസ്സിന്റെ കരുത്തിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ആത്മധർമ്മം പരിത്യജ്യ പരധർമ്മം സമാശ്രയേത് തസ്യ വിദ്യോ ന ഫലതി കർമ്മചൈവ ന സിദ്ധ്യതി. അർത്ഥം: സ്വന്തം ആത്മവിശ്വാസവും ധർമ്മവും കൈവിട്ട് മറ്റുള്ളവരുടെ വാക്കുകളെയും പ്രവൃത്തികളെയും അമിതമായി ഭയക്കുന്നവന് വിദ്യയോ കർമ്മമോ ഫലിക്കില്ല. വിജയം അവനിൽ നിന്ന് അകന്നു നിൽക്കും. മറ്റൊരാളുടെ അസൂയ നിങ്ങളെ ബാധിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകണം. വീടിനുള്ളിലെ അസൂയാലുക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ കഴിയില്ല, പക്ഷേ അവരുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ അവർക്ക് സാധിക്കും. ചാണക്യനീതി പ്രകാരം ഒരു സിംഹം തന്റെ കരുത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കാട്ടിലെ രാജാവാകുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കഴിവിലും ദൈവാനുഗ്രഹത്തിലും പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾ ശക്തനാണെന്ന് കാണുമ്പോൾ അസൂയാലുക്കൾ സ്വയം പിന്മാറും. അവരുടെ കുത്തുവാക്കുകളോ അസൂയ നിറഞ്ഞ നോട്ടങ്ങളോ നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. ധ്യാനത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ നിങ്ങളുടെ മനോബലം വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിലെ അഗ്നി ശക്തമാണെങ്കിൽ പുറത്തുള്ള അസൂയയുടെ കാറ്റിന് അതിനെ അണയ്ക്കാൻ കഴിയില്ല, മറിച്ച് അത് നിങ്ങളുടെ വിജയത്തിന്റെ ജ്വാലയെ കൂടുതൽ ഉയർത്തുകയുള്ളൂ. അചഞ്ചലമായ ആത്മവിശ്വാസം തന്നെയാണ് അസൂയാലുക്കൾക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം. വിമർശനങ്ങളെ ചവിട്ടുപടികളാക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു: ഒരു ആന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് കുരയ്ക്കുന്ന പട്ടികളെ നോക്കി അത് സമയം കളയാറില്ല. വീടിനുള്ളിലെ അസൂയാലുക്കൾ നിങ്ങളുടെ ഓരോ ചുവടിലും കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം.
ചാണക്യനീതി പ്രകാരം അനാവശ്യമായ വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നത് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തുകയേയുള്ളൂ. അസൂയയുള്ളവർ എപ്പോഴും നിങ്ങളെ താഴേക്ക് വലിക്കാൻ നോക്കും, കാരണം അവർക്ക് നിങ്ങളുടെ ഒപ്പം എത്താൻ കഴിയില്ല. ഇത്തരം വിമർശനങ്ങളെ അവഗണിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓർക്കുക, നിങ്ങളുടെ നിശബ്ദതയും അതിലൂടെ നിങ്ങൾ നേടുന്ന വലിയ വിജയവുമാണ് അസൂയാലുക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി. വിജയിക്കുന്നവന്റെ മുഖത്തെ പുഞ്ചിരിയാണ് അസൂയാലുക്കളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്നോ പുറത്തുനിന്നോ ആരെങ്കിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരുടെ വിമർശനങ്ങൾ കേട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പിന്മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഫോക്കസ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അനുഭവം പങ്കുവെക്കൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ഒരു വാക്ക് നിങ്ങളെ സഹായിക്കും. സുഹൃത്തുക്കളെ, വീടിനുള്ളിലെ അസൂയാലുക്കൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ കഴിവിനോടുള്ള ഭയം കൊണ്ടാണ്. ആചാര്യ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ശത്രു പുറത്തായാലും അകത്തായാലും വിവേകം കൊണ്ട് അവരെ തോൽപ്പിക്കുക. ഈ പറഞ്ഞ 8 തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. നിശബ്ദമായി നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കൂ. നിങ്ങളുടെ വിജയം ലോകം കാണുമ്പോൾ അസൂയപ്പെട്ടവർ പോലും നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകും. വീടിനുള്ളിലെ ഇത്തരം നെഗറ്റീവ് സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് മറികടക്കാറുള്ളത്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പവർഫുൾ ചാണക്യതന്ത്രങ്ങളും ജീവിത വിജയത്തിനായുള്ള അതീവ രഹസ്യങ്ങളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പുതിയ അറിവുകളും ഉടനടി നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലുള്ള മികച്ച അറിവുകൾ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ഊർജം നൽകുന്നത്. അസൂയയുടെ വിഷത്തെ അതിജീവിച്ച് വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾ കുതിക്കട്ടെ. മറ്റൊരു പവർഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.